എത്ര സൗന്ദര്യമുള്ള കാഴ്ച! സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കുണ്ടൽപേട്ട റൂട്ടിലെ സ്ഥിരം കാഴ്ച. ഇതിനു കൂടാതെ ചെറുപുല്ലിയുടെ വിശാലമായ പാടശേഖരങ്ങൾ കുണ്ടൽപേട്ട സമൂഹ ക്ഷേത്രത്തിലേക്ക് യാത്ര രാവിലെ തുടങ്ങി. 212 കിലോമീറ്ററാണ് താമരശ്ശേരിയിൽ നിന്ന് കുണ്ടൽപേട്ട സ്വാമി ക്ഷേത്രത്തിലേക്കുള്ളത്. സ്വന്തമായി വാഹനങ്ങളുള്ളവർ മാത്രം ഇത്തരമൊരു ഉദ്യമത്തിന് മുൻതന്നെയും നല്ലത്. കാരണം അവിടേക്ക് നേരിട്ട് ബസ്സുകളും അല്ലാതെ ലൈൻ ബസ്സുകളും ഇങ്ങനെ പൂക്കൃഷികളും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ നാട്ടിൽ കാണാത്ത പല കൃഷികളും, ക്യാബേജ്, ക്യാരറ്റ്, അതുപോലെ ഉള്ളികൾ, അതുപോലുള്ള പല കൃഷികളും നമുക്കവിടെ കാണാം. അതിൽ ഞങ്ങളെ ആകർഷിച്ച കൃഷി തന്നെയാണ് ഏറ്റവും സ്വാമി പേട്ടയിൽ താഴെ എത്തിക്കഴിഞ്ഞാൽ അവിടെ മുകളിലോട്ട് കർണാടക RTCയുടെ ബസ്സാണ്. ഒരാൾക്ക് 70 രൂപ നിരക്കിൽ മുകളിലോട്ടും താഴോട്ടും അവർ തന്നെ സർവീസ് നടത്തും. പകരം നമ്മുടെ ബസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ വണ്ടികൾ അങ്ങോട്ട് കടത്തിയിട്ടുണ്ട്. കാരണം മുകളിൽ ചെറിയ സ്ഥലമായതുകൊണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ വണ്ടി അവിടെ എത്തിച്ച് അവിടെ തിരിച്ചു പോയി അടുത്ത കൂട്ടി തിരിച്ചു വരും. അതാണ് അവിടെ നടക്കുന്നത്. മുകളിലെത്തിയാൽ അടിപൊളിയാണ്. നല്ല വൈബാണ്, നല്ല ആംബിയൻസാണ്, പ്രകൃതി ഭംഗിയാണ്, അതുപോലെ തണുത്ത കാറ്റാണ്. കൂടാതെ വഴികളിൽ നിറയെ കൃഷിയുണ്ട്. മുകളിലെ വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വൈബാണ്. നല്ല തണുത്ത കാറ്റ്, പ്രകൃതി ഭംഗി, മൊത്തം അടിപൊളി. എല്ലാ ജാതി മതക്കാരും ഇവിടെ എത്തും. അമ്പലത്തിൽ കാരണം ഒരു നിർബന്ധവുമില്ല. കോഴിക്കോട്ടുള്ളവർക്ക് രാവിലെ വന്നാൽ ഒരു വൈകുന്നേരം രാത്രിയാകുമ്പോൾ തിരിച്ചു പോകാം. കൂടാതെ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ നിന്നുള്ള വന്യമൃഗങ്ങളെയും കാണാൻ സാധിക്കാം എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. കാരണം ഞങ്ങൾ വന്യമൃഗങ്ങളെയൊക്കെ കണ്ടിട്ടാണ് യാത്ര തുടങ്ങിയതും അവസാനിപ്പിച്ചതും. പ്രത്യേകം പറയുന്നു, സ്വന്തമായി വാഹനം എടുത്തു വരാൻ പറ്റിയവർ മാത്രം വരിക. ലൈൻ ബസ്സില്ല.